Hi dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ഫിസിയോളജിയിലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഒരു കുഞ്ഞ് റിവിഷൻ മൈൻഡ് മാപ്പ് ആണ് ഇന്ന് മാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുക? സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ്. നമ്മുടെ ബോഡിയിലെ സർക്കുലേറ്ററി സിസ്റ്റം ഏതെല്ലാം തരാണ്? നിങ്ങൾക്കറിയാം, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് വാസ്കുലർ സിസ്റ്റവും അതുപോലെ തന്നെ നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റവും ഉണ്ട്. ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി പറയുന്നത്. കാരണം ക്ലാസ് 12ൽ നിങ്ങൾ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എങ്കിലും ബേസിക്കലി എന്താണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം, എന്താണ് അതിനകത്തുള്ള ഫ്ലൂയിഡ്? അപ്പൊ നമ്മൾ ആദ്യം ആ ഫ്ലൂയിഡിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. നമുക്കറിയാം, എല്ലാ ടിഷ്യൂലേക്കും ആവശ്യമുള്ള ന്യൂട്രിയൻസിനെയും അതിനാവശ്യമുള്ള ഫ്ലൂയിഡിനെയും കൊണ്ടുവരുന്നത് കാപ്പിലറീസ് ആണ്. ഈ കാപ്പിലറീസ് ആവശ്യത്തിനുള്ള ഫ്ലൂയിഡിനെ കൊടുത്ത ശേഷം ടിഷ്യൂ ആവശ്യത്തിന് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ബാക്കി വേസ്റ്റ് വരും. ഈ വേസ്റ്റിനെ കൊണ്ടുപോകുന്ന ഡ്രെയിനേജ് സിസ്റ്റങ്ങളാണ് ലിംഫാറ്റിക് ബ്ലഡ് വെസൽസ്. അപ്പൊ ലിംഫ് എന്ന് പറയുന്നത് ബേസിക്കലി ടിഷ്യൂ ഫ്ലൂയിഡിന്റെ എക്സസ് ടിഷ്യൂ ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്യുന്ന പാത്വേ ആണ്. ഈ ലിംഫാറ്റിക് വെസൽസ് ഒരുപാട് നമ്മുടെ ബോഡി ഫുള്ളായി കാണപ്പെടാം. ഈ ലിംഫാറ്റിക് വെസൽസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ഫൈനലി നമ്മുടെ വീനെ കാവയിലേക്ക് ജോയിൻ ചെയ്ത് ഹാർട്ടിലേക്ക് തന്നെയാണ് ബ്ലഡ് വെസൽസിനെ കൊണ്ടുപോവുക, ഈ ഒരു ലിംഫാറ്റിക് ഫ്ലൂയിഡിനെ കൊണ്ടുപോവുക. എന്നാൽ ലിംഫിന് ബ്ലഡിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു കളർലെസ് ഫ്ലൂയിഡ് ആണ്. ഇതിൽ RBC ഇല്ല, എന്നാൽ WBCയും പ്ലേറ്റ്ലെറ്റും ഉണ്ട്. ഇതിൽ WBCs ആയിട്ടുള്ള ലിംഫോസൈറ്റ് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയി നമ്മൾ കാണുന്നത് ലിംഫിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു മേജർ പാർട്ട് ഉള്ളത്. നിങ്ങൾ ഇമ്മ്യൂൺ സിസ്റ്റം പഠിച്ചപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞ ലിംഫോസൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിനെ മെച്യൂർ ചെയ്യിക്കുന്നതുമായിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ കാണുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ഫൈനലി നമുക്ക് പറയാം, ഹിമോഗ്ലോബിനുള്ള RBC ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റിയും വളരെ കുറവാണ്. പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട് എങ്കിലും അതിന്റെ അളവും നമുക്ക് ലിംഫിൽ കുറവായി കാണും. അപ്പൊ എന്താണ് ബ്ലഡ് വെസൽസ്, ബ്ലഡും ലിംഫും തമ്മിലുള്ള വ്യത്യാസമെന്നും എന്താണ് ലിംഫാറ്റിക് സിസ്റ്റം എന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലേക്ക് പോകാം. 3 കമ്പോണൻസ്: ബ്ലഡ് വെസൽ, ഹാർട്ട്. അതിൽ ആദ്യത്തെ കമ്പോണന്റ് ആയ ബ്ലഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതിനെ നമ്മൾ ഒരു സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ 2 പാർട്ടായി സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. ആദ്യം കാണുക ഒരു സ്ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ഇതിനെ പ്ലാസ്മ എന്ന് വിളിക്കും, വിച്ച് ഫോം 55% ഓഫ് ദി ബ്ലഡ്. ആൻഡ് ബാക്കിയുള്ള 45% നമുക്ക് സെല്ലുലാർ കമ്പോണൻസ് ആണുള്ളത്. ഇതിൽ 3 സെല്ലുലാർ കമ്പോണന്റ് ആണുള്ളത്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അപ്പൊ ആദ്യം തന്നെ പ്ലാസ്മയിൽ എന്തുണ്ട്? പ്ലാസ്മയുടെ 90 to 92% നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടർ കൊണ്ടാണ്. ബാക്കി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബേസിക് ആയി നമ്മൾ 3 പ്ലാസ്മ പ്രോട്ടീൻസ് 8% കാണാവുന്നതാണ്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇതിൽ ആൽബുമിൻ ഓസ്മോട്ടിക് പ്രഷർ ബാലൻസ് ചെയ്യുന്നു, ഗ്ലോബുലിൻ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ആൻഡ് ഫൈബ്രിനോജൻ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതർ ദാൻ ദാറ്റ് നമുക്ക് ഇലക്ട്രോലൈറ്റ്സിനെയും മിനറൽസിനെയും ഒക്കെ ഈ പ്ലാസ്മ എന്ന് പറയുന്ന പാർട്ടിൽ കാണാം. ഇനി ബ്ലഡ് കമ്പോണൻസിലേക്ക് എത്തുമ്പോൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്, 3 സെല്ലുകൾ. 3 പേരെയും ഉണ്ടാക്കുന്നത് ബോൺ മാരോ ആണ്. എന്നാൽ RBC നോൺ ന്യൂക്ലിയേറ്റഡ്, മൈറ്റോകോൺട്രിയ ഒന്നുമില്ലാത്ത ഒരു ഡിസ്ക്, ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പിലുള്ള ഒരു സെല്ലാണ്. വളരെ ചെറിയ കുഞ്ഞൻ സെല്ലുകളാണെങ്കിലും ഇവരുടെ എണ്ണം വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്, 5 to 5.5 മില്യൺ സെൽസ്. ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. എന്നാൽ 120 ഡേയ്സ് കഴിഞ്ഞ് ഇവർ ഡിസ്ട്രോയിഡ് ആവുന്നത് ഗ്രേവ് യാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്ന നമ്മുടെ സ്പ്ലീനിൽ വെച്ചിട്ടാണ്. ഇനി RBC കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ RBC എന്താണെന്ന് ചുരുക്കത്തിൽ ഒന്ന് മനസ്സിലായല്ലേ? ഇനി നമ്മൾ WBCയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, WBC ആണ് നമ്മുടെ ബോഡിയിലെ ഫൈറ്റർ സെല്ലുകൾ. ഏറ്റവും കുറവ് നമ്പർ ഇവരാണ് കേട്ടോ. 6000 to 8000 സെല്ലുകൾ മാത്രമാണ് നമ്മൾ ഇവരെ കാണുക. ആൻഡ് ഇവരെ നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്യുന്നു: ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് ഗ്രാനുലോസൈറ്റ്സ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ഗ്രാനുൾസ്, സ്റ്റെയിനിങ് ഗ്രാനുൾസ് ഓൺ ദ സൈറ്റോപ്ലാസം. ഈ ഗ്രാനുൾസ് ഏത് സ്റ്റെയിൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ന്യൂട്രോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, ഈസ്നോഫിൽ ഉണ്ട്. ഗ്രാനുൾസ് ഇല്ലാത്തവരെ അഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇവരിൽ മോണോസൈറ്റും ലിംഫോസൈറ്റും ഉണ്ട്. ഈ 5 തരം വമ്പന്മാരിൽ ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിലുകളാണ്, ഫാഗോസൈറ്റിക് സെൽസ് ആണ്. ഏറ്റവും കുറവുള്ളത് ബേസോഫിൽസ് ആണ്, 1% മാത്രമുള്ളതാണ് ഇവർ. ബേസോഫിൽസിന്റെ ഫംഗ്ഷൻ ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. ഈസ്നോഫിൽസ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു. ന്യൂട്രോഫിൽസ് ഫാഗോസൈറ്റിക് സെല്ലാണ്. മോണോസൈറ്റ് again phagocytic സെല്ലുകളാണ്. ആൻഡ് ലിംഫോസൈറ്റ്സ് ആർ ഇമ്മ്യൂൺ സെൽസ്. യു കോൾ ദം B and T lymphocytes. ആൻഡ് ഫൈനലി നമ്മൾ ഇവരിൽ നിന്ന് പോകുന്ന 3ാമത്തെ ടൈപ്പ് ഓഫ് സെല്ലുകളാണ്
പ്ലേറ്റ്ലെറ്റുകൾ അല്ലെ. പ്ലേറ്റ്ലെറ്റുകൾ ശരിക്കും ബോൺ മാരോയിൽ നിന്നുണ്ടാകുന്ന മെഗാ കാരിയോസൈറ്റ് എന്ന് പറയുന്ന വലിയ ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ല് സ്പ്ലിറ്റ് ചെയ്തുണ്ടാകുന്ന 2 മൈക്രോമീറ്റർ മാത്രം ഡയമെൻഷൻ വരുന്ന ചെറിയ സെൽ പാർട്ടിക്കിൾസ് ആണ്. ഇവരുടെ ഏറ്റവും വലിയ ഫംഗ്ഷൻ ത്രോംബസ് അല്ലെങ്കിൽ ക്ലോട്ട് ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ത്രോംബോസൈറ്റുകൾ എന്നും വിളിക്കാറുണ്ട്. ഇവരുടെ എണ്ണം 1.5 to 3 lakh cells per cubic ml of blood ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മളുടെ ബ്ലഡും ബ്ലഡിന്റെ കമ്പോണൻസും എന്താണെന്ന് മനസ്സിലാക്കി. എന്നാൽ ബ്ലഡ് കാണിക്കുന്ന ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുന്നത്? ബേസിക്കലി ബ്ലഡ് ഗ്രൂപ്പിന് കാരണം RBC എന്ന് പറയുന്ന സെൽസിന്റെ സർഫസിൽ കാണുന്ന ഷുഗർ കമ്പോണന്റിന്റെ പ്രസൻസും ആബ്സെൻസും വെച്ചാണ്. നമുക്ക് 2 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്, ABO ആൻഡ് RH സിസ്റ്റം. ABO സിസ്റ്റം എടുത്ത് നോക്കിയാൽ നമ്മൾ അവിടെ എയും ബിയും എന്ന് പറയുന്ന 2 ഷുഗറിന്റെ പ്രസൻസ് ആണ് ചെക്ക് ചെയ്യുക. എ എന്ന ഷുഗർ ഉണ്ടെങ്കിൽ അത് എ ഗ്രൂപ്പ്, ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്, എയും ബിയും ഉണ്ടെങ്കിൽ AB ഗ്രൂപ്പ്, ഒന്നുമില്ലെങ്കിൽ O ഗ്രൂപ്പ്. ഷുഗർ ഈ പ്രസന്റ് ആയിട്ടുള്ള ഷുഗറിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് വിളിക്കുക. എന്നാൽ ആരാണോ നമ്മുടെ ബടൻ ആന്റിജൻ, ഈ ബടന്മാര് ഓപ്പോസിറ്റ് രാജാവിനെ എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ പ്ലാസ്മയിൽ കുറച്ച് ആന്റിബോഡീസിനെ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന രാജാവിന്റെ ബടന്മാർ ആന്റി ബി പ്ലാസ്മയിൽ ഉണ്ടാക്കും, ബിയുടേത് എ ഉണ്ടാക്കും. AB ആണെങ്കിൽ രണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കില്ല. ഒരു കാര്യവും പ്ലാസ്മയിൽ ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാം, കാരണം ബടന്മാരേ ഇല്ല, ആർക്കും വലിഞ്ഞു കയറി വരാം. സോ ദേ ആർ യൂണിവേഴ്സൽ റെസിപ്പിയൻസ്, ആര് വേണമെങ്കിലും സ്വീകരിക്കും. എന്നാൽ O എന്ന ബ്ലഡ് നോക്കിയേ, അവിടെ എയും ബിയും 2 ഷുഗറും സർഫസിലില്ല, രാജാവേ ഇല്ല, ബടന്മാര് മാത്രമേ ഉള്ളൂ. അത് കാരണം ആരുടെ കൂടെ വേണമെങ്കിലും പോകും, യൂണിവേഴ്സൽ ഡോണർ. ഇനി ഇതേ ഒരു ബേസിസിൽ തന്നെയാണ് RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റവും വരുന്നത്. ആകെയുള്ള ഡിഫറൻസ്, RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ RBCയുടെ സർഫസിൽ RH എന്ന ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് എന്നും RH ഇല്ല എങ്കിൽ അതിനെ നെഗറ്റീവ് എന്നും വിളിക്കും. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ A പോസിറ്റീവ് എന്നൊരു ബ്ലഡ് ഗ്രൂപ്പിനെ നിങ്ങൾ എങ്ങനെ എഴുതും? ഒരു RBC വരയ്ക്കുന്നു, അതിന്റെ സർഫസിൽ Aയും ഉണ്ട് RHും ഉണ്ട്. എങ്കിൽ ഇവരുണ്ടാക്കുന്ന ആന്റിബോഡികൾ ഏതൊക്കെയാണ്? എനിക്ക് പറയാം, ഇവരുണ്ടാക്കുന്ന ആന്റിബോഡി B ആണ്. എന്നാൽ A നെഗറ്റീവ് എന്നൊരു ബ്ലഡ് ഗ്രൂപ്പ് എടുത്താലോ? നമുക്ക് പറയാം, ഇവിടെ സർഫസിൽ A എന്ന ഒരൊറ്റ ആന്റിജൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആന്റിബോഡി ശരിക്കും പറഞ്ഞാൽ Bക്കും RHനുമെതിരെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ എല്ലാ ബ്ലഡ് ഗ്രൂപ്പും എഴുതുക, അതിന്റെ ആന്റിജൻസും അതിന്റെ ആന്റിബോഡീസും ഏതാണെന്ന് നിങ്ങൾ തന്നെ ചാർട്ട് ചെയ്ത് എഴുതി നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ റിലവൻസ് എന്താണ്? നമുക്കറിയാം, ബ്ലഡ് ഗ്രൂപ്പിന് ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്നിരിക്കട്ടെ. ഞാൻ B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് എന്റെ ബ്ലഡിനെ ദാനം ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത്രേ സംഭവിക്കുള്ളൂ. എന്റെ ബ്ലഡ് A എന്ന് പറയുന്ന RBCനെ ഞാൻ ഇയാളുടെ എന്തിലേക്ക് ഇടുകയാണ്? പ്ലാസ്മയിലേക്ക് ഇടുകയാണ്. ഇയാളുടെ പ്ലാസ്മയിലുള്ളത് ആന്റിബോഡി A ആണ്. ഞാൻ ഇതിനെ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ആന്റിബോഡി Aനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യും, ബ്ലഡ് ക്ലംപ് ചെയ്ത് ആള് മരിച്ചു പോകും. അപ്പോ ഈ ഇൻകോമ്പാക്റ്റബിലിറ്റി പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ ബ്ലഡ് മാച്ചിങ് ചെയ്ത ശേഷം മാത്രം ബ്ലഡ് ഗ്രൂപ്പിനെ കൊടുക്കുക. ഇവിടെ നമുക്കറിയാം, യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ഇപ്പൊ ABO RH സിസ്റ്റം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഡോണർ ആവുക O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. എന്നാൽ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആവുക AB പോസിറ്റീവ് ആണ്. കാരണം O നെഗറ്റീവിന്റെ സർഫസിൽ ഒരു ആന്റിജനും ഇല്ല, AB നെഗറ്റീവിന്റെ പ്ലാസ്മയിൽ ഒരു ആന്റിബോഡിയും ഇല്ല. അങ്ങനെ നമുക്ക് പറയാം, ഇവർ രണ്ടുപേരുമാണ് ശരിക്കും 2 ബ്ലഡ് ഗ്രൂപ്പിന്റെയും കോമ്പാക്റ്റബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യൂണിവേഴ്സൽ ഡോണറും റെസിപ്പിയന്റുമായിട്ട് വരിക, കമ്പൈനിങ് ദ 2 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഒഴികെ ഇപ്പൊ നമുക്ക് പറയാം, യൂണിവേഴ്സൽ റെസിപ്പിയന്റിന് ആരെയെന്ന് വേണമെങ്കിലും വാങ്ങാം, യൂണിവേഴ്സൽ ഡോണറിനെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അല്ലാത്ത എല്ലാവരും കൊടുക്കുമ്പോൾ കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂ ഉണ്ട്. എന്നാൽ ഇങ്ങനെ സാധാരണ ഹോസ്പിറ്റൽ കേസിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്കിൽ വരുന്ന ഒരു കണ്ടീഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എങ്ങനെ സംഭവിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം, ഒരമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും അച്ഛൻ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ആണെങ്കിൽ കുട്ടി നെഗറ്റീവോ പോസിറ്റീവോ ബ്ലഡ് ഗ്രൂപ്പ് ആവാം. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ, അമ്മ നെഗറ്റീവ് ആണ്, ആദ്യം ജനിക്കാൻ പോകുന്ന കുട്ടി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഒരിക്കലും ബ്ലഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. കുട്ടി ശാന്തമായി അമ്മയുടെ വയറ്റിൽ കിടന്ന് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുട്ടി വളരുന്നു, അമ്മയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് കുട്ടിയുടെ കുറച്ച് പോസിറ്റീവ് ബ്ലഡ് അമ്മയുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇത് കാരണം തന്നെ അമ്മയുടെ ബോഡി എന്ത് ചെയ്യുന്നു, ഈ
RH ഉള്ള ബ്ലഡ് ഗ്രൂപ്പിനെതിരായിട്ടുള്ള ആന്റിബോഡീനെ അമ്മ എന്ത് ചെയ്യുന്നു? RH പ്രൊഡ്യൂസ് ചെയ്ത് കയ്യിൽ വെക്കുന്നു. ഇങ്ങനെ അമ്മ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ആന്റിബോഡീനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അമ്മ രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നത്. ആൻഡ് രണ്ടാമത്തെ കുട്ടിയും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. എന്ത് സംഭവിക്കും? ഈ ആന്റിബോഡീസ് ഡയറക്ട്ലി, കാരണം ബ്ലഡിനാണ് പോകാൻ പറ്റാത്തത്, ആന്റിബോഡിക്ക് പോകാൻ പറ്റും. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ആന്റിബോഡീസ് പോകുന്നു. ഈ ആന്റിബോഡി കുട്ടിയുടെ RBCനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. RBCയെ ഡിസ്ട്രോയ് ചെയ്താൽ കുട്ടിക്ക് ഹൈ ലെവൽ അനീമിയയും ജോണ്ടിസും സംഭവിക്കും. ഈ കണ്ടീഷനെയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുക. വളരെ ലീതലായ ഒരു കണ്ടീഷനാണ്, കുട്ടിക്ക് ഡെഡ്ലി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണിത്. എന്നാൽ ഇതിനും ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്കറിയാം, ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും അമ്മ കുട്ടീനെ പ്രസവിക്കുമ്പോൾ തന്നെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും അറിയാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അമ്മ നെഗറ്റീവും ആദ്യത്തെ കുട്ടി പോസിറ്റീവും ആണെന്ന് കണ്ടാൽ ഉടനെ തന്നെ അമ്മയിലേക്ക് ഒരു RH ആന്റിബോഡി, RH ആന്റിബോഡിക്കെതിരെയുള്ള ഒരു മെഡിസിൻ എന്ത് ചെയ്യുന്നു? അമ്മയുടെ ബോഡിയിലേക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഇൻജെക്ട് ചെയ്യുന്നു. അതോടുകൂടി ഈ ആന്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. അമ്മയ്ക്ക് സുഖമായി എന്ത് ചെയ്യാം? നെക്സ്റ്റ് പ്രഗ്നൻസിയിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് മനസ്സിലാക്കി. ഇനി നമ്മൾ പോകുന്ന ബ്ലഡിന്റെ അടുത്ത ഫീച്ചറായ ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ട് ഫോർമേഷൻ ആണ്. എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടാവുന്നത്? വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരു ബ്ലഡ് വെസൽ ഇൻജുവേർഡ് ആകുമ്പോൾ ഉടനെ തന്നെ ആ ഇൻജുവറിനെ ഒന്ന് ചെറുതായിട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പ്ലേറ്റ്ലെറ്റ്സ് അവിടെ ഒരു പ്ലഗ്, ഒരു ചെറിയ തിരികെ വെക്കുന്ന പോലെ ഒരു കൂട്ടം ഫോം ചെയ്യും, അടയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ ലീക്കുള്ള അടപ്പാണിത്. പ്ലേറ്റ്ലെറ്റ്സും അവിടെയുള്ള ഇൻജേർഡ് ടിഷ്യൂവും കൂടെ കുറച്ച് ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യുന്നു. ഇത് പ്ലാസ്മയിലുള്ള കുറച്ച് റിയാക്ഷൻസിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ക്ലോട്ടിംഗ് കാസ്കേഡ് റിയാക്ഷനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന്റെ അവസാനമായി നമുക്ക് ഉണ്ടാവുന്ന ഒരു കമ്പോണന്റ് ആണ് ത്രോംബോകൈനേസ്. ഈ ത്രോംബോകൈനേസും കാൽസ്യവും കൂടി ചേർന്ന് ബ്ലഡിലുള്ള, നമ്മുടെ പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീനെ ത്രോംബിൻ എന്ന ആക്റ്റീവ് എൻസൈമായി കൺവേർട്ട് ചെയ്യും. ഈ എൻസൈം നമ്മുടെ ബോഡിയിലുള്ള ഫൈബ്രിനോജൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ച പ്ലാസ്മ പ്രോട്ടീനെ, സോളുബിൾ ആയിട്ടുള്ള ഫൈബറിനെ കാൽസ്യത്തിന്റെയും ത്രോംബിന്റെയും സഹായത്തോടു കൂടി ഇത് ഫൈബ്രിൻ എന്ന ഇൻസോളുബിൾ ഫൈബേഴ്സ് ആക്കുന്നു. ഈ ഫൈബേഴ്സ് RBCനെ എൻടാങ്കിൾ ചെയ്ത് ഒരിക്കലും പോകാൻ സമ്മതിക്കാത്ത തിക് ഫൈബേഴ്സ് ആക്കുന്നു. ആൻഡ് ദിസ് RBC along with the fibers form the clot. ഇനി ക്ലോട്ട് ഫോം ചെയ്ത ശേഷം നമുക്കറിയാം, പലപ്പോഴും ഒരു ചെറിയ ലിക്വിഡ് അതിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്ത് വെളിയിലേക്ക് വരാറുണ്ട്. ഇതിനെ സിറം എന്ന് വിളിക്കും. ആക്ച്വലി വാട്ട് ഇസ് സിറം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ ബ്ലഡ് പ്ലാസ്മ ഡിവോയിഡ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ. പ്ലാസ്മയിൽ നിന്ന് പ്ലാസ്മ പ്രോട്ടീനും കൂടെ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് പാർട്ടിനെ സിറം എന്ന് വിളിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ആദ്യത്തെ പാർട്ടായ ബ്ലഡ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുന്നു, ബ്ലഡ് വെസൽസ്. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് മൂവ് ചെയ്യുന്ന നമുക്ക് പറയാം ട്യൂബുകളെ ബ്ലഡ് വെസൽസ് എന്ന് വിളിക്കും. നമുക്ക് ബേസിക് 3 ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്: ആർട്ടറികൾ, വെയിനുകൾ, കാപ്പിലറീസ്. ആർട്ടറീസ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകുന്ന തിക് വാൾഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. വെയിൻസ് ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന വാൽവുകളുള്ള പക്ഷെ തിൻ വാൾഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ടിഷ്യൂവിലേക്ക് സബ്സ്റ്റൻസസിനെ ഒക്കെ ലീക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ തിൻ വാൾഡ് ആയിട്ടുള്ള വെറും നമുക്ക് സ്ക്വാമസ് എപ്പിത്തീലിയം മാത്രമുള്ള തിൻ വാൾഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിനെ കാപ്പിലറീസ് എന്ന് വിളിക്കും. അപ്പൊ ആർട്ടറിയും വെയിനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ഇതാണ്. എന്തുകൊണ്ടാണ് ആർട്ടറി തിക് വാൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്താണ് ആർട്ടറി വഴി പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ആ പ്രഷറിനെ എന്ത് ചെയ്യാൻ പറ്റണം? വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. എന്നാൽ വെയിൻസിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് പ്രഷർ വഴിയല്ല, അതുകൊണ്ട് തന്നെ അത് തിൻ വാൾഡ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് വെയിൻസിൽ വാൽവുകൾ ഉള്ളത്? ടു പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. കാരണം നമുക്കറിയാം, പലപ്പോഴും മസിൽസ് പുഷ് ചെയ്താണ് വെയിനിലൂടെ ബ്ലഡ് മുകളിലേക്ക് പോകുന്നത്. അത് തിരിച്ച് എന്നിട്ട് വരാതിരിക്കാൻ വേണ്ടി, ഗ്രാവിറ്റിക്ക് നേരെ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാൽവുകൾ എന്തിൽ വെച്ചിരിക്കുന്നത്? നമ്മുടെ വെയിൻസിൽ വെച്ചിരിക്കുന്നത്. ഇനി even if we have these all blood vessels having valves in veins and valves ഇല്ലാത്ത blood vessels ആണ് arteries എങ്കിലും there are few exceptions for it. Also നമ്മൾ എപ്പോഴും പറയുമ്പോൾ arteries carry oxygenated blood എന്ന് പറയുന്നെങ്കിലും again you have an exception for it. അപ്പൊ ഈ exceptions ഏതാണെന്നൊന്ന് പെട്ടെന്ന് ഓർത്തെടുത്തേ. ഈ സമയം കൊണ്ട് നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്, that is heart. അപ്പൊ ഹാർട്ടിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത്? സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്, പിന്നെ കാർഡിയാക് സൈക്കിൾ എന്താണ്, നമ്മുടെ സർക്കുലേറ്ററി പാത്വേസ് എന്തൊക്കെയാണ്, ആൻഡ് ഫൈനലി ECG എന്താണ്, ആൻഡ് ദി ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ഹാർട്ട്. അപ്പൊ ആദ്യം തന്നെ സ്ട്രക്ചർ ഓഫ് ഹാർട്ട്.
നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ഒരു മസ്കുലർ ഓർഗൻ ആണ്, ശരിക്കും ഒരു തേങ്ങ പോലെയാണെന്ന് പറയാം. പൊട്ടിച്ചു കഴിഞ്ഞാൽ അകത്ത് ചേംബേഴ്സ് കാണാം. അപ്പൊ ഹാർട്ടിന്റെ ഔട്ടർ ലെയർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ 3 ലെയേഴ്സ് കാണും: പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ഇനി ഇതിനകത്തായി നമ്മൾ ചേംബേഴ്സിനെ കാണുന്നു. അപ്പർ ചേംബേഴ്സിനെ ഏട്രിയ എന്നും ലോവർ ചേംബേഴ്സിനെ വെൻട്രിക്കിൾ എന്നും വിളിക്കുന്നു. ഏട്രിയനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഇന്റർഏട്രിയൽ സെപ്റ്റം, വെൻട്രിക്കിളിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് അല്ലാത്ത സെപ്റ്റം ഏട്രിയയ്ക്കും വെൻട്രിക്കിളിനും ഇടയ്ക്കും കാണാറുണ്ട്. ഇവരെ ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം എന്ന് വിളിക്കും. റൈറ്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ 4 ചേംബേഴ്സ് കാണാം. ഇതിൽ റൈറ്റ് സൈഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ലെഫ്റ്റ് സൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡിന്. റൈറ്റ് സൈഡിൽ റൈറ്റ് ഏട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഏട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ആൻഡ് റൈറ്റിൽ ഏട്രിയയ്ക്കും വെൻട്രിക്കിളിനും ഇടയ്ക്ക് നമ്മൾ ട്രൈകസ്പിഡ് വാൽവ് കാണുന്നു, ലെഫ്റ്റിൽ ബൈകസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് കാണുന്നു. ഈ വാൽവുകൾ തന്നെ നമ്മുടെ വെൻട്രിക്കുലർ മസിലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കോർഡേ ടെൻഡനെ എന്ന് പറയുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ്. ആൻഡ് നമ്മൾ ഇതിലേക്ക് പോരുന്ന ബ്ലഡ് വെസൽസ് നോക്കിയാൽ നമുക്കറിയാം, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തിൽ നിന്നും വീനെ കാവയാണ് റൈറ്റ് ഏട്രിയയിലേക്ക് കൊണ്ടുവരിക. അവിടെ നിന്ന് ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നു ഓക്സിജനേറ്റഡ് ആവാൻ ത്രൂ പൾമിനറി ആർട്ടറി. ആൻഡ് ഫൈനലി ഇവിടെ നിന്ന് ഓക്സിജൻ എടുത്ത് ഇത് പൾമിനറി വെയിൻ ആയി ലെഫ്റ്റ് ഏട്രിയയിലേക്ക് വരുന്നു. അവിടെ നിന്ന് അത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പോയി അവിടെ നിന്ന് അത് അയോട്ട വഴി തിരിച്ച് ടിഷ്യൂസിലേക്ക് ഓക്സിജൻ കൊടുക്കാൻ വരുന്നു. ഇതിനെയാണ് ശരിക്കും നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയാ. കാരണം ഒരേ ബ്ലഡ് തന്നെ ഹാർട്ടിലൂടെ 2 പ്രാവശ്യം കടന്നു പോകുന്നുണ്ട്. ഇതിൽ ടിഷ്യൂലേക്ക് വരുന്നതും പോകുന്നതുമായ ബ്ലഡ് വെസൽ ചേരുന്നതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പൊ നമുക്ക് പറയാം, വരുന്നത് അയോട്ട, പോകുന്നത് പോകുന്നത് വീനക്കാവ. അതുപോലെ ലങ്സിലേക്ക് വരുന്നതും പോകുന്നതുമായ ബ്ലഡ് വെസൽ ചേരുന്നതാണ് പൾമിനറി സർക്കുലേഷൻ. വരുന്നത് പൾമിനറി ആർട്ടറി, പോകുന്നത് പൾമിനറി വെയിൻ. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ എന്താണ് ഡബിൾ സർക്കുലേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. സ്ട്രക്ചർ ഓഫ് ഹാർട്ട് നമ്മൾ ക്ലിയർ ആയി മനസ്സിലാക്കി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു 2 സർക്കുലേറ്ററി ഡിഫറെന്റ് പാത്വേസ് ഇതിലുണ്ട്: ഹെപ്പാറ്റിക് ആൻഡ് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം. എന്താണ് പോർട്ടൽ സിസ്റ്റം? നോർമലി നമ്മുടെ ബോഡിയിൽ ഒരു വെയിൻ ഒരു ഓർഗനിൽ നിന്നും ഡയറക്റ്റ് എന്ത് ചെയ്യാണ് ചെയ്യുക? ബ്ലഡ് വെയിൻസ് വഴി അത് ഹാർട്ടിലേക്കാണ് പോവുക, അല്ലെ? വീനക്കാവ വഴി അത് ഹാർട്ടിലേക്ക് എത്തും. എന്നാൽ ചില വെയിനുകൾ ഒരു ഓർഗനിൽ നിന്നും മറ്റൊരു ഓർഗനിലേക്ക് ചെന്ന ശേഷം മാത്രം അതെന്ത് ചെയ്യുന്നു? അവസാനം വീനക്കാവയിലേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, വെയിൻ എന്തിനാ ഒരു ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിലേക്ക് പോവുക? കാരണം വെയിനിൽ ഓക്സിജൻ ഇല്ലല്ലോ. പക്ഷെ അവർ വേറെ എന്തെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും. ആദ്യം ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഇൻറ്റസ്റ്റൈനിൽ നിന്നും ന്യൂട്രിയൻസിനെ ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വെയിൻ പോകുന്നത്. അതുപോലെ ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം എടുത്താൽ നമുക്കറിയാം, ഹൈപ്പോതലാമസിൽ നിന്നും ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് ആവശ്യത്തിനുള്ള ഹോർമോൺസിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ വെയിൻ ഹൈപ്പോതലാമസിൽ നിന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് പോകുന്നത്. അതിനെ ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം എന്നും വിളിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മുടെ ബോഡിയിലെ ഡിഫറെന്റ് സർക്കുലേറ്ററി പാത്വേസ് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം ഇതല്ല, ഹാർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നാണ്, അല്ലെ? ഹാർട്ട് വർക്ക് ചെയ്യാനുള്ള മേജർ കാരണം, ഹാർട്ടിന് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് എ മയോജനിക് സ്ട്രക്ചർ. ഇവിടെയുള്ള ഇമ്പൾസ് കണ്ടക്ഷൻ ആൻഡ് ഇമ്പൾസ് ഫോർമേഷൻ, ഇവിടെ ഹാർട്ട് വർക്ക് ചെയ്യാനുള്ള കറണ്ട് ഉണ്ടാക്കുന്നതും ജനറേറ്റ് ചെയ്യുന്നതും അത് കൊണ്ടുപോകുന്നതും ഹാർട്ടിലൂടെ തന്നെയാണ്. ഈ ജനറേറ്റ് ചെയ്യുന്ന മസിലുകളെ നമ്മൾ ശരിക്കും നോഡുകൾ എന്ന് വിളിക്കും. അതിനെ കൊണ്ടുപോകുന്നത് ഫൈബേഴ്സ്, അതും മസിൽ ഫൈബേഴ്സ് വഴിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് പാത്വേ നോക്കാം. റൈറ്റ് ഏട്രിയയുടെ റൈറ്റ് മോസ്റ്റ് ടിപ്പിലായി നമുക്കുള്ള സൈനോ ഏട്രിയൽ ജോഡാണ് ഏറ്റവും ഫാസ്റ്റ് ആയി ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയും. ബാക്കി എല്ലായിടത്തും ജനറേഷൻ നടക്കുമെങ്കിലും ഇവരാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസുകളെ ഇവർ ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി AV ബണ്ടിൽ എന്ന AV നോഡ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകും. ഈ AV നോഡ് ഇരിക്കുന്നത് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിലാണ്. ഇവിടെ നിന്നും ഇത് AV ബണ്ടിൽ വഴി എന്ത് ചെയ്യുന്നു? ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ബണ്ടിൽ ഓഫ് ഹിസ് ആവുന്നു. ഫൈനലി ഇത് വെൻട്രിക്കുലർ മസിൽസിലേക്ക് ഇത് പർക്കിഞ്ചി ഫൈബർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇവിടെ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് SA നോഡിലാണ്. SA നോഡിൽ നിന്ന് ഇന്റർ നോഡൽ ഫൈബേഴ്സ് വഴി ഇത് AV നോഡിൽ എത്തുന്നു. അവിടെ നിന്ന് AV ബണ്ടിൽ ഓഫ് ഹിസ് പർക്കിഞ്ചി ഫൈബർ.
ഈ കറണ്ട് പോകുന്ന വഴികളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെയെല്ലാം കോൺട്രാക്ട് ചെയ്യും. വൺസ് പോയി കഴിഞ്ഞാൽ ആ പാർട്ട് റിലാക്സ് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുന്നതിന് സിസ്റ്റോൾ എന്നും റിലാക്സ് ചെയ്യുന്നതിന് ഡയസ്റ്റോൾ എന്നും പറയും. അപ്പോൾ ഈ കോൺട്രാക്ഷൻ റിലാക്സേഷൻ വഴിയാണ് ഹാർട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്നും വരച്ചിട്ടില്ല, ഇതിന് ഞാൻ ക്ലിയർ ആയി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം നമ്മൾ എടുക്കുന്ന സിറ്റുവേഷനിൽ ആദ്യത്തെ ഹാർട്ട് ഞാൻ വരച്ചിരിക്കുന്നത് ഇമ്പൾസ് വരയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു ഇമ്പൾസും ഇല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എസ് എ നോഡ് ഒന്നും ജനറേറ്റ് ചെയ്തില്ല, എല്ലാവരും ചുമ്മാ ഇരിക്കുന്ന സിറ്റുവേഷൻ. ഈ സമയത്ത് എന്താണ്, ഹാർട്ടിൽ ഒരു ഇമ്പൾസും ഇല്ല. അതുകൊണ്ട് ഹാർട്ടിന്റെ രണ്ടും ഏട്രിയും വെൻട്രിക്കിളും റിലാക്സ്ഡ് ആണ്. ഏട്രിയം സിസ്റ്റോളിലാണ്, വെൻട്രിക്കിളും സിസ്റ്റോളിലാണ്. അപ്പൊ എനിക്ക് ഏട്രിയം ഡയസ്റ്റോളിലാണ്, വെൻട്രിക്കിളും ഡയസ്റ്റോളിലാണ്. എനിക്കിതിനെ ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് വിളിക്കാം. ഏട്രിയം ഡയസ്റ്റോൾ റിലാക്സ്ഡ് ആണ്, വെൻട്രിക്കിളും ഡയസ്റ്റോളിലാണ്. ഇത് ഹാർട്ടിന്റെ ഫില്ലിംഗ് സ്റ്റേജ് ആണ്. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് നോക്കിയാൽ, നമ്മൾ നോക്കുമ്പോൾ വീനേക്കാവ് വഴി റൈറ്റ് ഏട്രിയയിലേക്ക് ബ്ലഡ് വരുന്നു, പൾമിനറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയയിലേക്ക് ബ്ലഡ് വരുന്നു. എന്നിട്ട് ഇവർ റെസ്പെക്റ്റീവ് വെൻട്രിക്കിൾസിലേക്ക് കടക്കുന്നു, റൈറ്റ് വെൻട്രിക്കിളിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും. കാരണം ഇവിടെ നമ്മളുടെ ട്രൈകസ്പിഡും ബൈകസ്പിഡും ഓപ്പൺ ആണ്. അപ്പം ഹാർട്ടിൽ ബ്ലഡ് ഇങ്ങനെ ഏട്രിയയിൽ ഫില്ല് ചെയ്യുന്നു, കുറച്ച് ഊസ് ഔട്ട് ചെയ്ത് വെൻട്രിക്കിളിലും വരുന്ന അതും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ നിന്നുള്ള അയോട്ടയുടെ സെമിലൂണാർ വാൽവും അതുപോലെ തന്നെ പൾമിനറി ആർട്ടറിയുടെ സെമിലൂണാർ വാൽവും ക്ലോസ്ഡ് ആണ്. അപ്പൊ സെമിലൂണാർ വാൽവ് ക്ലോസ്ഡ് ആണ്. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക, ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുക. അപ്പൊ ജോയിന്റ് ഡയസ്റ്റോൾ ഒരു ഫില്ലിംഗ് സ്റ്റേജ് ആണ്. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. ഈ സമയത്ത് ഏട്രിയ സിസ്റ്റോളിലേക്ക് കടക്കുന്നു. ഏട്രിയ സിസ്റ്റോളിലേക്ക് കടക്കണമെങ്കിൽ എസ് എ നോഡിന് ഇമ്പൾസ് ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി എ വി നോഡ് വരെ എത്തി. ഈ സമയത്ത് ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്നു. എന്ത് സംഭവിക്കൂടാ, നോർമലി ഏട്രിയ പിഴിഞ്ഞ് അതിന്റെ ബ്ലഡ് എല്ലാം കൂടെ എന്ത് ചെയ്യും, വെൻട്രിക്കിളിലേക്ക് കുറച്ചുകൂടെ സ്പീഡിന് ഒഴുക്കും. ദർ ഇസ് 30% ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ബ്ലഡ് ദാറ്റ് ഇസ് ഫ്ലോയിങ് ഇൻ ടു വെൻട്രിക്കിൾ. എന്നാൽ വെൻട്രിക്കിൾ ഫില്ല് ചെയ്യും എന്നല്ലാതെ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നില്ല. കാരണം ഇപ്പോഴും ഇവിടെ വാൽവ് ക്ലോസ്ഡ് ആണ്. എന്നാൽ മൂന്നാമത്തെ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുക, ഇപ്പൊ എ വിയിലെത്തിയ ഇമ്പൾസ് നേരെ അവിടെ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ് വഴി പർക്കിഞ്ചിയിലെത്തുന്നു. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്നു. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ പിന്നെ ആലോചിക്കുക, ഈ ബ്ലഡ് എങ്ങോട്ട് പോകണം, മുകളിലോട്ട് പോകണ്ട. മുകളിലോട്ട് പോകണ്ട എങ്കിൽ ഈ രണ്ട് വാൽവും ക്ലോസ് ചെയ്യും. ട്രൈകസ്പിഡും ബൈകസ്പിഡും ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ആയ ലബ് കേൾക്കും. പിന്നെ എവിടെ പോകണം, ഈ പ്രഷർ ഉണ്ടാവുന്ന സമയത്ത് സെമിലൂണാർ വാൽവുകൾ അങ്ങ് ഓപ്പൺ ആവും. എന്നിട്ട് ബ്ലഡ് പൾമിനറി ആർട്ടറിയും അയോട്ടയും വഴി പുറത്തേക്ക് പോയി. പക്ഷെ പ്രശ്നം, ഈ പുറത്ത് പോയ ശേഷം പിന്നെയും വെൻട്രിക്കിൾ എന്ത് ചെയ്യാണ്, ഡയസ്റ്റോളിലേക്ക് വരാൻ പോവുകയാണ്, വിശ്രമിക്കാൻ പോവുകയാണ്. വെൻട്രിക്കിൾ വിശ്രമിക്കാൻ പോകാൻ നേരത്ത് എങ്ങനെ സെമിലൂണാർ വാൽവ് പിന്നെയും ക്ലോസ് ആയി? അതിനൊറ്റ കാരണമേ ഉള്ളൂ, വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യാൻ നേരത്ത് ഇതില്ല ജ്യൂസ് ഊറി കുടിക്കുന്നത് പോലെ ചിലപ്പോൾ പൾമിനറി ആർട്ടറിയിൽ നിന്നും അയോട്ടയിൽ നിന്നും ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡിന് കാരണമാക്കാം. കാരണം അവിടെ ഒരു സക്ഷൻ ഉണ്ടാവുന്നു. ഈ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് സെമിലൂണാർ വാൽവ് ക്ലോസ് ചെയ്യുക. അപ്പൊ സെമിലൂണാർ വാൽവ് ക്ലോസ് ചെയ്യുന്ന ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്താണ്. അതിൽ തന്നെ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് സെമിലൂണാർ വാൽവ് ക്ലോസ് ചെയ്യുക. ഈ ക്ലോസിംഗ് വഴിയാണ് നമുക്ക് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ആയ ഡബ് എന്ന സൗണ്ട് കേൾക്കുക. വളരെ സിമ്പിൾ ആണ് ഹാർട്ട് സൗണ്ടിന്റെ കാര്യം. ലബ് കേൾക്കുന്നത് ട്രൈകസ്പിഡും ബൈകസ്പിഡും ക്ലോസ് ചെയ്യുമ്പോൾ, സെമിലൂണാർ ക്ലോസ് ചെയ്യുമ്പോൾ ഡബ് കേൾക്കുന്നു. ലബ് കേൾക്കുന്നത് വെൻട്രിക്കുലർ സിസ്റ്റോളിന്റെ സമയത്താണെങ്കിൽ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോഴാണ് ഡബ് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്ത് പമ്പിങ് നടത്തുക. ആദ്യം ഫുള്ളി റിലാക്സ് ഫില്ല് ചെയ്യുന്നു, ഏട്രിയ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് ഞെക്കി പിഴിയുന്നു, വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫില്ല് ചെയ്യുന്നു, വെൻട്രിക്കിൾ ഞെക്കി പിഴിയുന്നു, മുകളിലേക്ക് പോവാതെ ബ്ലഡ് അയോട്ടയും പൾമിനറി ആർട്ടറിയും വഴി പുറത്തേക്ക് പോകുന്നു. ദിസ് ഇസ് ഹൗ യുവർ ഹാർട്ട് വർക്ക്. ഇനി കാർഡിയാക് സൈക്കിൾ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്നും കൂടെ മനസ്സിലാക്കാം. കാർഡിയാക് ഔട്ട്പുട്ട് എന്നാൽ 1 മിനിറ്റിൽ ഹാർട്ടിൽ നിന്ന് എത്രമാത്രം ബ്ലഡ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ അതറിയണമെങ്കിൽ 1 മിനിറ്റിൽ ഹാർട്ട് എത്രമാത്രം ഇടിക്കുന്നു എന്ന് നമ്മൾ അടിക്കണം. അഥവാ വെൻട്രിക്കുലർ സിസ്റ്റോൾ എത്രമാത്രം ഇൻ എ മിനിറ്റ് നടക്കുന്ന വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ് ഹാർട്ട് റേറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു 72 ബീറ്റ്സ് പെർ മിനിറ്റ്.
ആൻഡ് ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു ബീറ്റിന്റെ സമയത്ത് വെൻട്രിക്കിൾ ഒരു പ്രാവശ്യം ഞെങ്ങുമ്പോൾ എത്രമാത്രം വോളിയം ഓഫ് ബ്ലഡ് ആണ് ശരിക്കും പുറത്തേക്ക് വരിക? അതിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്, വിച്ച് ഇസ് 70 ml. അങ്ങനെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു മിനിറ്റിൽ ഹാർട്ടിലൂടെ കടന്നു പോകുന്ന ബ്ലഡിന്റെ അളവ് അറിയാം, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 ലിറ്റർ പെർ ഡേ. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് പാർട്ടായ ECG കുറിച്ചാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അപ്പൊ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഹാർട്ടിന്റെ ഫങ്ഷനിങ് പ്രോപ്പർ ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ECG അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫിൽ നമ്മൾ കാണുന്നത് ഈ പടം കാണിക്കുന്ന റീഡിംഗ് ആണ്. ഇത് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് നോക്കിയാലോടാ മക്കളെ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഓഫ് ഹാർട്ട് ആണ് മനസ്സിലാക്കുക. അതിൽ പി വേവ് ഇൻഡിക്കേറ്റ് ചെയ്യുക, പി വേവിന്റെ തുടക്കം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏട്രിയ ഡീപോളറൈസ് ചെയ്തു എന്നാണ്, അവിടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടായി എന്നാണ്. എന്നാൽ ഈ ഡീപോളറൈസേഷൻ സംഭവിച്ച് കുറച്ചു കഴിയുമ്പോഴേക്കും ഏട്രിയ സിസ്റ്റോളിലേക്ക് കടക്കും, കോൺട്രാക്ട് ചെയ്ത് തുടങ്ങും. അതുപോലെ QRS എന്ന പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ്. അത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും വെൻട്രിക്കുലാർ സിസ്റ്റോൾ സംഭവിക്കുന്നു. ആൻഡ് ഫൈനലി ടി വേവിന്റെ സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൻട്രിക്കിൾ റീപോളറൈസ് ചെയ്യുന്നതാണ്. അതിന്റെ എൻഡ് സംഭവിക്കുമ്പോഴേക്കും വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ സംഭവിക്കുന്നു. So this is how you analyze a ECG. അങ്ങനെ ECG മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും ഡിസോർഡേഴ്സോ ഇമ്പൾസ് കണ്ടക്ഷൻ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. അപ്പോ എന്താണ് ECG എന്ന് മനസ്സിലായി. ഇനി നമ്മൾ പോകുന്ന അടുത്ത പാർട്ടാണ് റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ്. പലപ്പോഴും നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് മയോജനിക് ആണ്, സ്വന്തമായി ബീറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. എന്നാൽ നമുക്കറിയാം, നമ്മൾ പേടിക്കുമ്പോഴോ ഞെട്ടുമ്പോഴോ ഒക്കെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. ഇതിന് കാരണം ന്യൂറൽ കോർഡിനേഷനും ഹോർമോണൽ ഡിഫറൻസുകളുമാണ്. നമുക്കറിയാം, അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന ആള്. അതുപോലെ നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. എന്നാൽ ഇതിനെ നോർമലിലേക്ക് കൊണ്ടുവരിക പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. അപ്പോൾ ഹാർട്ടിന്റെ സ്ട്രക്ചർ, അതിന്റെ സർക്കുലേഷൻ, കാർഡിയാക് സൈക്കിൾ, അതുപോലെ തന്നെ ECG റീഡിംഗ് ആൻഡ് ഫൈനലി റെഗുലേഷൻ ഓഫ് ഹാർട്ട് റേറ്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പോകുന്നത് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ സർക്കുലേറ്ററി ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. സർക്കുലേഷനിൽ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആദ്യത്തെ ഡിസോർഡർ ആണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുന്ന കണ്ടീഷൻ. എന്താണ് ബ്ലഡ് പ്രഷർ? നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ലാറ്ററൽ വാൾസിലേക്ക് ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. നോർമലി ഉണ്ടാവുന്നതാണ്. എന്നാൽ ഇത് 140/80, 120/80 ആണ് നമ്മുടെ നോർമൽ. ഇതിൽ നിന്നും ഹൈ ആവുമ്പോൾ അറൌണ്ട് 140/90 ആവുമ്പോൾ നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ ആണെന്ന് പറയുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്നാൽ ഈ ബ്ലഡ് പ്രഷർ കാപ്പിലറീസിലേക്ക് എക്സേർട്ട് ചെയ്യുകയും ഈ പ്രഷർ കാരണം കാപ്പിലറീസ് ബ്രേക്ക് ചെയ്ത് ഓർഗൻ ഡാമേജിന് കാരണമാക്കാം. ഇനി അടുത്ത ഒരു കണ്ടീഷൻ, ഹാർട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. എന്നാൽ എന്താണിത്? ഇതിനെയാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. ഹാർട്ടിന്റെ മസിൽസിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുക. ഈ കൊറോണറി ആർട്ടറിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും. അതിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിസീസ് ആണ് അഥീറോസ്ക്ലീറോസിസ്. എന്താണ് അഥീറോസ്ക്ലീറോസിസ്? കൊറോണറി ആർട്ടറീസിന്റെ വാളിൽ ഫൈബേഴ്സോ കാൽസ്യമോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാക്കുന്ന ചെറിയ തടസ്സങ്ങളെ നമ്മൾ അഥീറോസ്ക്ലീറോസിസ് എന്ന് പറയും. ഈ തടസ്സങ്ങൾ തന്നെയാണ് ബ്ലോക്ക് എന്നും വിളിക്കുക. ഈ തടസ്സങ്ങൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഹാർട്ടിന്റെ മസിലിന് ഇന്നഫ് ഓക്സിജൻ കിട്ടില്ല. ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ഹാർട്ടിന്റെ മസിൽസ് എന്ത് ചെയ്യും? ആ സമയത്ത് ഡെഡ് ആവാൻ തുടങ്ങും. നമുക്ക് അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പെയിനിനെ ആൻജൈന എന്ന് വിളിക്കുന്നു. അങ്ങനെ ഹാർട്ട് മസിൽസ് ഡെഡ് ആയാൽ ആ കണ്ടീഷനെയാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയും. എന്നാൽ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിനെ നമ്മൾ കാർഡിയാക് അറസ്റ്റും അതുപോലെ ഹാർട്ട് ഫെയിലിയറുമായിട്ട് അങ്ങ് കൺഫ്യൂസ് ചെയ്യും അല്ലെ. പക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്ക് ഉണ്ടായി അതുവഴി ഹാർട്ടിന്റെ മസിൽസ് ഡാമേജ് ആവുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഹാർട്ട് അറ്റാക്ക്. ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് മൂലമോ
അല്ലെങ്കിൽ വാൽവ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ എന്ത് കാരണം കൊണ്ടോ ഹാർട്ട് പ്രോപ്പറായി പമ്പ് ചെയ്യാത്ത കണ്ടീഷനെയാണ് ഫെയിലിയർ, അല്ലെ? നമ്മളൊരാളൊരു തോൽവിയാണെന്ന് പറയുക, അപ്പോഴാണ് ഹാർട്ട് ഫെയിലിയർ എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. വെൻ ഹാർട്ട് ഈസ് നോട്ട് നോർമലി ഫങ്ഷനിങ് എന്ന കണ്ടീഷനെയാണ്. ആൻഡ് ഫൈനലി നമ്മൾ പോകുന്നത് കാർഡിയാക് അറസ്റ്റ് എന്ന പാർട്ടിലേക്കാണ്. കാർഡിയാക് അറസ്റ്റ് ഇതിനൊക്കെ ഡിഫറെന്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഹാർട്ടിന്റെ തന്നെ എന്താണ് സെറ്റ് ഓഫ് നോട്ട്സും ഫൈബേഴ്സും ആണ്. അവരെയാണ് കണ്ടക്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഈ കണ്ടക്ടിങ് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുക. ഈ കാർഡിയാക് അറസ്റ്റ് വരുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ CPR അല്ലെങ്കിൽ ഫിബ്രിലേറ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മുടെ വലിയൊരു ചാപ്റ്ററായ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലുള്ള മേജർ പോയിന്റ്സ്. അതെല്ലാം നമ്മൾ ടച്ച് ചെയ്താണ് പോയത്. ഇതൊരു ക്വിക്ക് റിവിഷനായി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.